കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ മഹാരഥോത്സവ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. തത്സമയത്തിലേക്ക് കൂടുതൽ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ചരിത്രപ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങാണ് ആരംഭിച്ചിരിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായും ഏറ്റവും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ക്ഷേത്ര സന്നിധി ഒന്നാകെ കടന്നുപോകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം ഈ ഒരു സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്ന ആ ഭക്തജന പ്രവാഹം ഇവിടെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരുവുത്സവ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാരഥോത്സവം ആരംഭിച്ചത്. ഇപ്പോൾ ക്ഷേത്രത്തിന് കിഴക്കേ നടയിലേക്ക് രഥം യാണ്. എന്തായാലും വലിയ ഭക്തജന പ്രവാഹം ഇവിടേക്ക് ഉണ്ട്. നാമജപങ്ങളുമായി ദേവീ മന്ത്രസ്തുതികളുമായി എല്ലാവരും ഈ അമ്മയുടെ പുറത്തേക്കുള്ള ഈ ഒരു എഴുന്നള്ളിപ്പ് കാണാനായി ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ തടിച്ചു കൂടിയിരുന്നു. വലിയ ഭക്തജന പ്രവാഹം തന്നെയാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് ഉണ്ടായിരുന്നത്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നിരുന്നു. നട തുറന്ന ആ സമയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം ക്ഷേത്ര സന്നിധിയിലേക്ക് ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും വിശിഷ്ടമായ ഈ ഒരു ചടങ്ങിനായി മഹാരഥോത്സവം കാണാനായി ആയിരുന്നു ഈ ഭക്തരുടെ ഒരു വലിയ തിരക്ക് ഉണ്ടാകുന്നത്. ആ ഒരു തിരക്ക് ഇപ്പോൾ അല്പസമയങ്ങൾക്കുള്ളിൽ മുമ്പാണ് രഥോത്സവത്തിന് തുടക്കമായത്. എന്തായാലും നിരവധി ആളുകളാണ് ഇപ്പോഴും ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഈ ഒരു രഥോത്സവം നടക്കുന്ന ദേവി ക്ഷേത്രത്തിന് വെളിയിലേക്ക് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഏറ്റവും മനോഹരമായ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഏറ്റവും ദർശന പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണിത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ വലിയ ഒരു നീണ്ട നില തന്നെ ഇവിടെ ഉണ്ടാകുന്നു. ദേവിയുടെ ഐശ്വര്യത്തിനായി ദേവിയെ പ്രാർത്ഥിക്കാനായി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. നമുക്കറിയാം ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമായിരുന്നു ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടായിരുന്നത്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നിരുന്നു. നട തുറന്ന ആ സമയം മുതൽ തന്നെ ക്ഷേത്രത്തിലേക്ക് അണമുറിയാത്ത ഭക്തജന പ്രവാഹമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ്. മണിക്കൂറുകൾ കാത്തു നിന്നാൽ മാത്രമാണ് ദേവീ ദർശനം സാധ്യമാക്കുക. എന്തായാലും ക്ഷേത്രത്തിന് പുറത്തേക്ക് അമ്മ എഴുന്നള്ളുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്ഷേത്രത്തിന് പുറത്ത് സൗപർണിക തീരത്തെ ഓലക മണ്ഡലം വരെയാണ് ഈ ഒരു മഹാരഥ ഘോഷയാത്ര മുന്നോട്ട് പോവുക. ഇവിടെ നിന്നും ഈ ഘോഷയാത്ര തിരിച്ച് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തി നാണയത്തുട്ടുകൾ വീണ്ടും പുറത്തേക്ക് വർഷിക്കുന്നതോടെയാണ് ഈ രഥോത്സവത്തിന് സമാപനമാകുക. വീണ്ടും ഒരു വർഷം നീണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാത്തിരിപ്പിലേക്ക് ഭക്തരെ സംബന്ധിച്ചോളം ഏറെ വിശിഷ്ടമായ ഒരു ചടങ്ങാണ്. ഈ ചടങ്ങ് ദർശിക്കാൻ തന്നെയാണ് 10,000-കണക്കിന് ആളുകൾ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഈ രഥം വലിക്കാൻ അമ്മയെ വഹിച്ചുകൊണ്ടുള്ള ഈ രഥം ഒന്ന് വലിക്കാൻ പറ്റുക എന്നത് ജന്മസുഹൃതമായി തന്നെ ഭക്തജനങ്ങൾ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ എത്ര ത്യാഗം സഹിച്ചാണെങ്കിലും ഈ ഒരു ദിവസം ഈ ഒരു ചടങ്ങിനായി ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തുക എന്നത് ഇവിടേക്ക് എത്തുക അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക അമ്മയ്ക്കൊപ്പം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോഴും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം തന്നെയാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയിരുന്നത്. 12 മണിയോടെയാണ് രഥ ആരോഹണ ചടങ്ങുകൾ ആരംഭിച്ചത്. അന്ന് ആ നിമിഷം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം എപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നിരവധി ആളുകളാണ് ഈ രഥം പോകുന്ന വഴികളിലെല്ലാം തന്നെ ഈ രഥ ഉത്സവം കണ്ട് ഈ ക്ഷേത്രത്തിൽ അമ്മയുടെ അനുഗ്രഹം തേടാനായി ഇവിടേക്ക് എത്തി നിൽക്കുന്നത്. എന്തായാലും 6:30 തന്നെ ഈ രഥം തിരിച്ച് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നതോടെ ഈ രഥോത്സവത്തിന് സമാപനമാകും. ആ ഒരു സമയം വരെ ഏറ്റവും വലിയ ഒരു പ്രധാനമുള്ള ദർശന പ്രാധാന്യമുള്ള ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉള്ള ഒരു പ്രധാനപ്പെട്ട ചടങ്ങ്. അതിനുശേഷം ഈ രഥത്തിൽ നിന്നും ഈ ഇരിക്കുന്ന നാണയം കിട്ടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർവ്വ ഐശ്വര്യങ്ങൾക്കും പ്രദാനം ചെയ്യുന്ന ഒന്നാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ സന്നിധിയിലേക്ക് ക്ഷേത്രത്തിന് മുന്നിലേക്ക് ക്ഷേത്രത്തിന്റെ അമ്മയുടെ തിരുമുന്നിലേക്ക് എത്തുക ഈ ഒരു നാണയം ലഭിക്കുക എന്നത് ഭക്തരെ സംബന്ധിച്ചോളം ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം ക്ഷേത്ര സന്നിധിയിലേക്ക് എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ രഥം കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ നാമമന്ത്ര ജപവുമായി അതോടൊപ്പം താളമേളങ്ങളുടെ അകമ്പടിയെല്ലാം തന്നെയായി ഒരു അക്ഷരാർത്ഥത്തിൽ ഉത്സവമായി ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ക്ഷേത്ര സന്നിധി ഒന്നാകെ
മുൻപാകെ ക്ഷേത്രത്തെ രഥം പോകുന്ന വഴികളെല്ലാം തന്നെ ഭക്തരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ജനനിബിഡമായി തന്നെ ഭക്തജനങ്ങളെ കൊണ്ട് നിബിഡമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കർശനമായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത്ര വലിയ ഒരു ജനക്കൂട്ടം തന്നെയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നിയന്ത്രണങ്ങളടക്കം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. രാവിലെ മുതൽ തന്നെ ദേവീ ദർശനത്തിനടക്കം കൃത്യമായ രീതിയിലുള്ള മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം അടക്കം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും അതിന് സമാനമായ ഒരു തിരക്ക് തന്നെ പ്രവർത്തകരെ വടം കെട്ടി തിരിച്ചുകൊണ്ട് മാത്രമാണ് നിയന്ത്രിച്ചിരിക്കുന്നത്. അതിനുശേഷം രഥം വലിക്കുന്നതിന് പ്രത്യേകമായി ഉള്ള ആളുകളെയും ചുമതലപ്പെടുത്തി അത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ രഥം കടന്നു പോകുന്ന വഴികളിലേക്കെല്ലാം തന്നെ ഈ സൗവർണിക്കയുടെ തീരത്തേക്കെല്ലാം തന്നെ ആ വഴികളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും വിശ്വാസം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്നു, ഭക്തി അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്നു, ആഘോഷം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്നു. ആർപ്പ് വിളികളോടെ ദേവിയെ ഏറ്റവും വർണ്ണാഭമായ ഏറ്റവും പ്രൗഢമായ രീതിയിലേക്ക് പുറത്തേക്കുള്ള ഈ ഒരു എഴുന്നള്ളിപ്പ്, രഥത്തിലേറിയുള്ള ഈ ഒരു എഴുന്നള്ളിപ്പ് നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ ആഘോഷമായി തന്നെ ഈ നാടിനൊന്നാകെ ആഘോഷമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും ആകെ ആവേശത്തോടെ ആഘോഷത്തോടെ എല്ലാം തന്നെ ഭക്തർ ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ചടങ്ങിൽ പങ്കാളികളാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ എണ്ണം എടുത്തു പറയേണ്ടതാണ്. കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ എത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. അത് മഹാനവമി നാളിലും വിജയദശമി നാളിലും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഈ രഥോത്സവത്തിന്റെ സമയവും ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ ഈ രഥോത്സവത്തിന്റെ ഈ ചടങ്ങിലും നിരവധി മലയാളികളടക്കമുള്ള ഭക്തരാണ് ഈ മൂകാംബിക ദേവിയുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നത്. സർവ്വ ഐശ്വര്യപ്രദായിനിയായി വിളങ്ങുന്ന മൂകാംബിക അമ്മയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ആതിര.